മസ്തിഷ്ക ജ്വരം ബാധിച്ച് രണ്ടാമത്തെ മരണമാണ് 2 ദിവസം മുന്നേ കോഴിക്കോട് റിപ്പോർട്ട് ചെയ്തത്. പലരും ആശങ്കയിലാണ് എന്താണ് ഈ അസുഖം എന്നുള്ള കാര്യത്തിൽ. അമീബിക് മെനിഞ്ചോസിഫാലൈറ്റിസ് എന്ന് പറഞ്ഞൊരു അസുഖത്തിൻ്റെ കാരണം നൈഗേരിയ ഫോലരി എന്ന് പറഞ്ഞൊരു അമീബയാണ്. നമ്മൾ വൈറസ് ബാക്ടീരിയ എന്നൊക്കെ വിളിക്കുന്ന പോലെ തന്നെ വേറൊരു ഏകകോശ ജീവിയായിട്ടുള്ള ഒരു അമീബ. ഇത് കൂടുതലായിട്ട് കാണപ്പെടുന്നത് ഈ ചളി അടിഞ്ഞു കൂടിയിരിക്കുന്ന വെള്ളത്തിലും അതുപോലെ കെട്ടിക്കിടക്കുന്ന വെള്ളങ്ങളിലും മറ്റുമൊക്കെയാണ് കൂടുതലായിട്ട് കാണപ്പെടുന്നത്. ഇതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷണം സ്മെല്ലിൽ വരുന്ന പ്രശ്നങ്ങൾ, സ്മെല്ല് കിട്ടാണ്ടിരിക്കുക, അതുപോലെ കഴുത്തിൻ്റെ ഭാഗത്ത് കടച്ചിലും ബുദ്ധിമുട്ടുകളും വരിക, പനി വരിക, തലവേദന വരിക, വോമിറ്റിംഗ് ടെൻഡൻസി ഉണ്ടാവുക, അപസ്മാരത്തിൻ്റെ ചില ലക്ഷണങ്ങൾ കാണിക്കുക, ബോധക്ഷയം വരിക, ഇങ്ങനെയുള്ള ലക്ഷണങ്ങളൊക്കെയാണ് കൂടുതലായിട്ട് കണ്ടുവരാറുള്ളത്. വ്യക്തിയിൽ നിന്ന് മറ്റൊരു വ്യക്തിയിലേക്ക് പകരുന്നൊരു രോഗമല്ല. പക്ഷേ പാരൻസ് ശ്രദ്ധിക്കേണ്ട കാര്യം, ഇപ്പം നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കണ്ടീഷനാണ്. അതായത് അഴുക്കും മറ്റും നിറഞ്ഞ കുളത്തിലേക്കും അല്ലെങ്കിൽ വെള്ളത്തിൽ കളിക്കാനൊന്നും പരമാവധി വിടാണ്ടിരിക്കുന്നതാണ് നല്ലത്. ഇതിൻ്റെ ഏറ്റവും നല്ലൊരു പ്രിവെൻഷൻ മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികളെ പുറത്തോട്ട് മഴയത്തും ചളിയിലും കളിക്കാൻ വിടാൻ